evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our ninth edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. നമ്മുടെ ഈ ഒരു ഗ്ലോബൽ മീഡിയ ഒരുക്കുന്ന ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായും ഇതിന് വേണ്ടിയിട്ട് പരിപൂർണ പിന്തുണ കഴിഞ്ഞ 9 വർഷമായും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. കഴിഞ്ഞ 9 വർഷത്തെ ഈ അസോസിയേഷനിൽ വേണ്ട ഗൈഡ് ലൈൻസ് നൽകുകയും വേണ്ട രീതിയിലുള്ള എല്ലാ നീക്കുപോക്കുകൾക്കുമൊക്കെയുള്ള എല്ലാ രീതിയും ഒക്കെ പറഞ്ഞു തരുന്നതുമൊക്കെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. അത് എത്രയും സുതാര്യമായിട്ട് നടത്താനുമൊക്കെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അതിന് ബഹുമാനപ്പെട്ട ചെയർമാൻ ഡോക്ടർ ബിജു രമേശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കോൺസൽ ജനറലിൽ നിന്നും ഒരു മൊമെന്റോ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ടോക്കൺ ഓഫ് ലവ് ടു ഡോക്ടർ ബിജു രമേശ്, ദ ചെയർമാൻ ഓഫ് KCC, കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാന് ഗ്ലോബൽ മീഡിയ ഒരുക്കുന്ന ആദരം. 2 വാക്ക് നമ്മുടെ കൈയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ ബിജു രമേശ്. നമ്മുടെ നാട്ടിൽ നിന്നും വർഷങ്ങളായിട്ട് നിരവധി വർഷങ്ങളോ 10 വർഷമായവരുണ്ട്, 50 വർഷമായവരുണ്ട് UAE ചെന്നിട്ട് ഒരു UAE കെട്ടിപ്പടുത്തി ഉയർത്തിയതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മലയാളികളുടെ കഠിനാധ്വാനമാണ് ഇന്നീ കാണപ്പെടുന്ന UAEയുടെ വളർച്ചയും ഗ്രോത്തുമൊക്കെ. നമ്മുടെ നാട്ടിൽ അന്ന് അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള തൊഴിൽ സാധ്യതകളും അവസരങ്ങളും ഇല്ലായിരുന്നൊരു കാലഘട്ടത്തിലാണ് പലരും ദുബായിലേക്ക് ജോലി തേടി പോവുകയും അവിടെ ചെന്ന് വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാവുകയും ചെയ്തത്. നിങ്ങളുടെ ഗ്രോത്ത് ആദരിക്കുക ഒരു പ്രമേയമായിട്ടാണ് ഗ്ലോബൽ അച്ചീവ്മെൻ്റ് അവാർഡായിട്ട് ലിയാഖത്ത് നേരെ പണ്ട് സംസാരിക്കാൻ വന്നത്. അപ്പം നമ്മളൊരു ജീവിതത്തിൽ നല്ലൊരു സമയം, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന പോലെ ഒന്നുമില്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന രാവിലെ പലരും 7 മണിയാകുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് രാത്രിയോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഏകദേശം മിനിമം 16 മണിക്കൂറൊക്കെയാണ് പ്രവാസികളായിട്ടുള്ള നമ്മുടെ ആൾക്കാർ അവിടെ ജോലി ചെയ്ത് ഈ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തിയതിന് പിന്നിൽ വലിയ ഒരു ഭഗീരഥമായ പ്രയത്നമുണ്ട്. കുടുംബം അവരോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരെ എനിക്കറിയാം. നമ്മുടെ ആ വളർച്ചയെ ആദരിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ മാത്രം ആദരിക്കുന്നത് നമ്മുടെ കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരും നിങ്ങളെന്താണെന്ന് ചിലപ്പോൾ അടുത്തിരിക്കുന്നവരും അറിയില്ല. അതിനുവേണ്ടി ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ ചടങ്ങ്. അതുകൊണ്ടാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അത്രയും എഫേർട്ട് എടുക്കുന്നവർക്ക് വേണ്ടി ആദരിക്കുന്നതിനോടൊപ്പം കൂടെ നിന്നിട്ടുള്ളത്. രണ്ടാമത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളം പഴയ കേരളമല്ല, ഇന്ത്യയും പഴയ ഇന്ത്യയല്ല. നിങ്ങൾക്ക് വിദേശികൾ കാണുമ്പോൾ അറിയാമല്ലോ, ഇന്ത്യയുടെ ഗ്രോത്ത് അറിയാം, ഇന്ത്യ വളരുന്ന അറിയാം, അതോടൊപ്പം കേരളവും വളരുകയാണ്. നമ്മുടെ എക്കണോമിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ 9ാമത്തെ സ്ഥാനത്തിലേക്കാണ് നമ്മുടെ കേരളം ഇന്നിപ്പോൾ നിൽക്കുന്നത്. അപ്പം ആ ലെവലിലേക്ക് കേരളം വളരെ പുറകിൽ നിന്ന കേരളം ഇന്നിപ്പോൾ 9ാമത്തെ പൊസിഷനിലേക്ക് വന്നു. പക്ഷേ പല മേഖലകളിലേക്കും, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഹെൽത്തിൻ്റെ മേഖലയായിക്കോട്ടെ, ടൂറിസം മേഖലയായിക്കോട്ടെ, കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അപ്പോൾ അതിലൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇന്ന് കേരളത്തിലേക്കുണ്ട്. നിങ്ങൾ പലരെയും നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. പലരും വിദേശത്ത് പോയി വളരെ ചെറിയ തോതിൽ തുടങ്ങി വലിയ വലിയ പൊസിഷനിലെത്തിയ ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ യൂസഫ് അലിയെ തന്നെ പറഞ്ഞാൽ ചെറിയൊരു ജോലിക്കായി അവിടെ ചെന്നു, ചെറിയൊരു ബിസിനസ്സുകാർ തുടങ്ങി. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നെങ്കിലും അദ്ദേഹം നല്ലൊരു കാൽവെപ്പ് സ്വന്തം നാടിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാക്കണം. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു അവിടെ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾക്ക് എപ്പോഴും തിരിച്ചു വരാൻ പറ്റുന്ന സേഫായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ജന്മനാട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ പോലെ സേഫ്, കേരളം പോലെ സേഫ് വേറെ ഒരിടവും ഇല്ല. ഇന്ത്യ സേഫാണ്, കേരളം അതിനേക്കാളും സേഫാണ്. ഒരുപാട് മേഖലകളുണ്ട്. ടൂറിസം സെഗ്മെൻറ്റ് ഒരുപാട്. നേരത്തെ ഡോക്ടറോടെ സൂചിപ്പിച്ചു, മെഡിക്കൽ ടൂറിസം, മെഡിക്കൽ റിലേറ്റഡ്. ഒരു വിദേശത്തൊരു അസുഖം ചികിത്സിക്കുന്നതിൻ്റെ 10-1 കോസ്റ്റ് പോലും ആകില്ല ഇന്ത്യയിൽ ചികിത്സിച്ചാൽ.
ഇവിടുത്തെ വിദഗ്ധരായ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അത് ഈ ടൂറിസവുമായി കണക്ട് ചെയ്തുകൊണ്ട് വിദേശ ആൾക്കാർക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെ മേഖലകളിൽ ഒരുപാട് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നതാണ്. ടൂറിസം കേരളത്തെ പോലെ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലം വേറെ ലോകത്ത് എവിടെ ഉണ്ട്? കായലുണ്ട്, കടലുണ്ട്, ഹിൽ സ്റ്റേഷനുണ്ട്, തണുപ്പെങ്കിൽ തണുപ്പ്, ചൂടെങ്കിൽ ചൂട്, എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കൊച്ചു സംസ്ഥാനമാണ്. ഇന്നർ നാവിഗേഷൻ തൊട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല മറ്റ് സംസ്ഥാനങ്ങൾക്കും ഏറ്റവും ഉയരങ്ങളിലാണ് നിൽക്കുന്നത്. നമ്മുടെ കുട്ടികളെ വേറെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതിനേക്കാളും സേഫായിട്ട് അയക്കാൻ പറ്റുന്നൊരു സ്ഥലം, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏറ്റവും സേഫായിട്ട് അയക്കാൻ പറ്റുന്ന സ്ഥലം കേരളമാണ്. മറ്റ് പല ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും കേരളം വളരെ സേഫായിട്ടാണ് കുട്ടികളെ നോക്കുന്നത്, വളരെ ഇതായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, KSIDC ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. നിങ്ങൾക്ക് 1 കോടി മുതൽ 60 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റിന് KSIDC തന്നെ നിങ്ങൾക്ക് ഫണ്ടിങ് തരും ഒരു പ്രോജക്റ്റുമായിട്ട് വരികയാണെങ്കിൽ. അതും 8.8% ഉള്ളൂ ഇൻട്രസ്റ്റ്. നിങ്ങൾ പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് പ്രോപ്പറാണെങ്കിൽ പിന്നെയും 0.5% തിരിച്ചു തരും, ഇൻസെൻറ്റീവായിട്ട് തിരിച്ചു തരും. പ്രോജക്റ്റുകളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരുപാട് പണ്ടൊക്കെ ഈ കെയർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പണ്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ മടുത്ത് തിരിച്ചു പോയിട്ടുള്ളവരുണ്ടാവും. ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ 18 ഓഫീസുകളിൽ കയറി ഇറങ്ങി പല പേപ്പറുകളും ഡോക്യുമെൻറ്റേഷനും വായിക്കുന്നതിന് പകരം വിത്തിൻ 30 ഡേയ്സിൽ പ്രോസസ്സ് ചെയ്ത് തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെർമിഷനായിട്ട് അത് മെസ്സേജും വരും. യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രോജക്റ്റ്. നിങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ ബാക്കിയുള്ള ലൈസൻസും എല്ലാം നിങ്ങൾക്ക് പുറകെ കിട്ടും. അപ്പോൾ ഏറ്റവും കടമ്പ കടക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് സാധ്യതകൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. മാറ്റം വളരെയേറെ മാറിക്കൊണ്ടിരിക്കുന്ന കേരളമാണ്. ഒരു 2028 ദിസ് ഈസ് ദ റൈറ്റ് ടൈമാണ് നിങ്ങൾക്ക് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ടൈം. കാര്യം 2028 ആകുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ നിലവാരം, റോഡ്സ്, ഈ പുതിയ പോർട്ടിൻ്റെ വികസനം, ഇതെല്ലാം കൂടി ആയിട്ട് ഭയങ്കരമായി മാറുന്നൊരു ചേഞ്ചിലേക്കാണ് ഞങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വിഴിഞ്ഞം പോർട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ത്യയിലെ ഫസ്റ്റ് മദർ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അതിൻ്റെ വികസനത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട 4 ഇൻ്റർനാഷണൽ എയർപോർട്ടാണുള്ളത്. 5ാമത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട് അടുത്തത്. അപ്പോൾ ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് 5ാമത്തെ എയർപോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു സംസ്ഥാനത്ത് 5 ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് വരുന്നത്. അപ്പം അത്രമാത്രം ഈ എയർപോർട്ടിൽ എന്തുകൊണ്ട് വരുന്നു, അത്രമാത്രം വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരും വിദേശത്ത് പോകുന്നതുമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ വിദേശത്ത് എന്ത് ചെയ്യുന്നോ അതേപോലെ തന്നെ കേരളത്തിലേക്ക് ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിലേക്കുണ്ട്. അത് പാഴാക്കി കളയരുത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് കാലിൽ ചൂട് വയ്ക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ്സിലെ സമ്പത്ത് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളവിടെ കോടികൾ കെട്ടിപ്പടുത്തി ഉയർത്തതല്ല, നിങ്ങളുടെ നല്ല സന്താനങ്ങൾ, നല്ല കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും ഉണ്ടാക്കേണ്ടത്. ആ സ്നേഹവും വാത്സല്യവും അടുപ്പവും അറ്റാച്ച്മെൻറ്റൊക്കെ വരണമെങ്കിൽ ബിസിനസ് മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന നാട്ടിലുള്ള ആൾക്കാരുമായിട്ട്, ബന്ധുക്കളുമായിട്ടോ, അമ്മമ്മ തുടങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, നാട് പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് പൈസയുടെ പുറകെ മാത്രം പോരാതെ സ്വന്തം നാട്ടിലേക്ക് കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കുട്ടികൾക്ക് ഇവിടെ ഈ മണ്ണിലൂടെ തന്നെ പിടിച്ചു നിൽക്കാനും മേലോടാനും ഉള്ള അവസരങ്ങൾ കൂടി ഈ അവസരത്തിൽ ഉണ്ടാക്കാനുള്ള മനസ്സുകൂടി നിങ്ങൾക്ക് ഏവർക്ക് വരണമെന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ അവിടെ വെച്ച് ബിസിനസ് ചെയ്യുന്നു, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കേരളത്തിൽ കൂടി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കേരളം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ എസ്പെഷ്യലി കേരള ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് ബിസിനസ് സംരംഭം തുടങ്ങുന്നവർക്ക് എന്ത് അഡ്വൈസിനായാലും എന്ത് പ്രോബ്ലംസ് ആയാലും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ വരാനും പങ്കെടുക്കാനും ഒക്കെ അവസരം തന്ന ശ്രീ ലിയാഖത്തും ടീമിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.